നമുക്ക് ICICI ബാങ്കിൻ്റെ വേക്കൻസി വീണ്ടും ഓപ്പൺ ആയിട്ടുള്ള സന്തോഷമായ ഒരു കാര്യം അറിയിച്ചു കൊള്ളുന്നു. കാരണം ഒരു 6 മാസമായിട്ട് നമ്മൾ ഹയറിംഗ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ICICI ബാങ്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. സെയിൽസ് റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, സാലറിയും നല്ല സാലറി തന്നെയാണ്. 25,000 മുതൽ 31,000 രൂപ വരെ സാലറി ഉണ്ട്. സാലറി വേരിയേഷൻ വരുന്നത് നമുക്ക് കിട്ടുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കൊച്ചിയിൽ കിട്ടുന്ന സാലറി ആയിരിക്കില്ല ഒരു പാലക്കാടോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ അല്ലെങ്കിൽ കൊല്ലമോ മറ്റുള്ള ജില്ലകളുണ്ടാവുക. അപ്പോൾ നമ്മുടെ ലിവിങ് കോസ്റ്റിനനുസരിച്ചാണ് സാലറിയിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഫ്രഷേഴ്സിനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എനി ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. ഏജ് ബിലോ 25, അതായത് ഒരു 25 വയസ്സ് വരെ ഓക്കെയാണ്. 18 വയസ്സിനും 25 വയസ്സിനും മധ്യയുള്ള ഏതൊരു ജോബ് സീക്കേഴ്സിന് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വേക്കൻസിയാണ്. കാരണം ICICI ബാങ്കിൻ്റെ സെയിൽസ് റിലേഷൻഷിപ്പ് മാനേജർ ആ പോസ്റ്റിൽ കയറിയാൽ നമുക്ക് ബ്രാഞ്ച് മാനേജറും ഡെപ്യൂട്ടി മാനേജറും ഏരിയ മാനേജറും ഒക്കെയായി പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 6 പോസ്റ്റിൽ വർക്ക് ചെയ്ത 50-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേരളത്തിൻ്റെ പല ബ്രാഞ്ചുകളിലായിട്ട് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഗ്രേഡ് 3 വർഷം കൊണ്ട് 1 വർഷം മുതൽ തന്നെ നമുക്ക് ഗ്രേഡിൽ ചേഞ്ചസ് വരും. അപ്പോൾ നല്ല ഒരു കാൻഡിഡേറ്റാണ്. നിങ്ങൾക്കൊരു ബാങ്കിങ് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലീഡിങ് പ്രൈവറ്റ് ബാങ്കാണ് ICICI എന്ന് പറയുന്നത്. അതിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലോ മെയിൽ IDയിലേക്കോ നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ SLC +2 ഡിഗ്രി 3നും 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ ഗ്യാപ്പ് വരാൻ പാടില്ല. എഡ്യൂക്കേഷൻ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് SLCക്ക് ശേഷമോ +2ന് ശേഷമോ നിങ്ങൾ 1 വർഷം പഠിക്കാതിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ കാരണം കൊണ്ടാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുക, അങ്ങനെ പഠിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ എന്തെങ്കിലും റീസൺ ആണെങ്കിൽ നമുക്ക് എലിജിബിൾ അല്ല. പിന്നെ കേരളത്തിൽ എവിടെയും പോയി വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ടാർഗറ്റും പ്രഷറും ഒക്കെ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കരിയറിൽ നല്ലൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായി മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും റെസ്യൂം സെൻഡ് ചെയ്യുക. ഓക്കെ.